അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീൻ. അല്ലാഹുവിന് ചില സഞ്ചരിക്കുന്ന ടൂറിസ്റ്റുകളായ മലക്കുകളുണ്ട്, സഞ്ചരിക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾക്ക് ഇതുപോലെയുള്ള ഇൽമിന്റെ സദസ്സുകളൊക്കെ കാണുമ്പോൾ അവരിവിടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവരുടെ കൂടെയുള്ള സഹയാത്രികരെ വിളിച്ച് സദസ്സിലേക്ക് കൊണ്ടുവരും. വാളൊക്കെ കഴിഞ്ഞ് നാളെ അള്ളാഹുവിലേക്ക് അവർ തിരിച്ചു പോകും. അപ്പൊ അള്ളാഹു അവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്. യാ മലായികതി, എന്റെ മലക്കുകളെ, ഇന്നി ഉഷ്ഹിദുകും, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, അന്നീ ഖദ് ഗഫർതു ലഹും, അവിടെ ഇരിക്കുന്ന ആ വാലിന്റെ സദസ്സിൽ ഇരുന്ന എല്ലാ ആളുകൾക്കും ഞാൻ അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു. അപ്പൊ മലക്കുകൾ പറയും, ഇന്ന ഫീഹിം ഫുലാൻ, പടച്ചോൻ അവിടെ ഇരുന്ന് എല്ലാവരും വാല് കേൾക്കാൻ വന്നവരൊന്നല്ല, ദിക്ർ ചൊല്ലാൻ വന്നവരുമല്ല. ചില ആളുകളൊക്കെ പല ഉദ്ദേശങ്ങൾ കൊണ്ട് വന്നവരാ. ഉറൂസിന് നമ്പർ കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളില്ല അല്ലേ? അല്ല, പെൺകുട്ടികളെ കണ്ടാല് നമ്പറൊക്കെ പോക്കറ്റിൽ എഴുതി വന്നിട്ട് എറിഞ്ഞു കൊടുക്കാൻ വരുന്ന ആളുകൾ ഉറൂസിന് വരുന്നില്ലേ? അവർ വന്നിട്ട് ഇവിടെ ഇരിക്കൂലേ? ചിലപ്പോ എങ്ങനെങ്കിലും കുറെ നേരം നോക്കി ഉദ്ദേശിച്ച ആളെ കണ്ടില്ല, കുറച്ചേരി ഇരുന്നിട്ട് തിരാനാകും മേടിച്ചിട്ട് വീണ്ടും പോയിട്ട് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആളുകളുണ്ട്. ഉറൂസിന് എന്നിട്ട് ആംബ്ലേറ്റ് അടിക്കാൻ വരുന്ന ആളുകളുണ്ട് ഉറൂസിന്. അങ്ങനെ പല രീതിയിൽ ഉറൂസിന് ആളുകൾ വരും. യാ മലായികതി, എന്റെ മലക്കുകളെ, ഞാൻ അവർക്കെല്ലാം പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോ മലക്കുകൾ പറയുന്നത്, അല്ലാഹുവേ, അവരിൽ ചില ആളുകളുണ്ട്, അവർ വാദ കേൾക്കാൻ വേണ്ടി വന്നവരല്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടില്ല. അവരുടെ നീയത്ത് പോലും ഞാൻ നോക്കുന്നില്ല, അവരുടെ ഉദ്ദേശം പോലും ഞാൻ നോക്കുന്നില്ല. അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്നുള്ളതാണ്. തെറ്റു ചെയ്യാത്തവരായി ഇവിടെ ആരുമില്ല, എല്ലാവരും തെറ്റുകാരാണ്. കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യന്മാർ എല്ലാവരും തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റുകാരിൽ അല്ലാഹുവിന് ഇഷ്ടം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെയാണ്, തെറ്റുകൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ്. തെറ്റൊക്കെ എല്ലാവരും ചെയ്യും. ഈ തെറ്റുകാരിൽ അല്ലാഹുവിന് ഇഷ്ടം തെറ്റ് പൊറുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഈ സദസ്സിൽ വാള കേൾക്കാനൊന്നല്ല, എന്റെ തെറ്റുകൾ പൊറുക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നിരുന്നാൽ തന്നെ അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടം, അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു, وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. അല്ലാഹുവിൽ നിന്ന് തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ വളരെ വേഗത്തിൽ തയ്യാറാവണമെന്നാണ് സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയുന്നത്. സാറ എന്ന് പറഞ്ഞാൽ ഹറിയപ്പ്, സ്പീഡപ്പ്. പെട്ടെന്ന് ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് നമ്മൾ തയ്യാറാവണം, ഉളരണം. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കാൻ നിങ്ങൾ മത്സരിക്കണം, ഉളരണം, മുന്നോട്ട് വരണമെന്നാണ് അല്ലാഹു പറയുന്നത്. തെറ്റു വന്നാല് കുറെ കാലം കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം, ഉംറ ചെയ്തിട്ട് നന്നാവാം, വയസ്സായ ശേഷം നന്നാവാം. അങ്ങനല്ല, തെറ്റു ചെയ്താലും ഉടനെ തന്നെ ഓൺ ദി സ്പോട്ട്, പിന്നെ എടുത്തു വെക്കാൻ പാടില്ല. ഓൺ ദി സ്പോട്ട് പടച്ചവനോട് പറയണം, പൊരുത്തപ്പെട്ടിരണം. ഇൽമിന്റെ ഈ സദസ്സിന്റെ പ്രത്യേകത അതാണ്. ഇവിടെ വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു.
ഈ സദസ്സിലേക്ക് പിശാചുകളൊന്നും കയറി വരില്ല. ഇൽമിന്റെയും ദിക്റിന്റെയും സദസ്സിലേക്ക് പിശാച് കയറൂല. അല്ലാഹു പറയുന്നുണ്ട്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ആളുകളെ അല്ലാഹു തആല വളരെ ഭാരമേറിയ കുദുസായ ജീവിതം നൽകിയിട്ടാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ. ഖുതുബ ഹദീസ് പരിചയപ്പെടുത്തുന്നത് ദിക്ർ എന്നാണ്. ഖുതുബ ഒരു പ്രഭാഷണമാണ്. രണ്ട് റക്അത്ത് നിസ്കാരത്തിന്റെ പകരമുള്ള ഖുതുബ, അത് ദിക്റാണ്. വഅദകളും ദിക്റാണ്. എന്ത് ദിക്ർ? അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സാണ്. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പറയണമെന്നില്ല. ഇതൊക്കെ ദിക്റാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതൊക്കെ ദിക്ർ തന്നെ. ومن أعرض عن ذكري فإن له معيشة ضنكا. ആരാണ് എന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അവർക്ക് ഞാൻ നൽകാൻ പോകുന്നത് ഭാരമേറിയ ടെൻഷൻ നിറഞ്ഞ പ്രാരാബ്ദം നിറഞ്ഞ ജീവിതമായിരിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. വനശ്റുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. കണ്ണ് പൊട്ടന്മാരായിട്ടാണ് അല്ലാഹു തആല അവരെ നാളെ മഹ്ശറയിലേക്ക് പുനർജനിപ്പിച്ചു കൊണ്ടുപോകുന്നത്. കണ്ണ് പൊട്ടന്മാരായി, അന്ധന്മാരായി. അവർ ചോദിക്കും, അല്ലാഹുവേ, ദുനിയാവിൽ കണ്ണിന് കാഴ്ചയുള്ള എന്നെ എന്തിനാണ് കണ്ണുപൊട്ടനായി പുനർജനിപ്പിച്ചത് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നത്, എന്നെ ഓർക്കേണ്ട സമയത്ത് നീ എന്നെ മറന്നതുകൊണ്ട് നിന്നെ ഓർക്കേണ്ട സമയത്ത് ഞാൻ നിന്നെയും മറക്കുകയാണ് എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. എന്നെ ഓർക്കാൻ ഞാൻ നിനക്ക് ഭൂമിയിൽ കുറച്ച് സമയം തന്നിരുന്നു. അന്ന് നീ ഐസിഎംപി നടന്നു, കടല തിന്നു നടന്നു, അങ്ങനെ വായ നോക്കി നടന്നു. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്നില്ല. അടിക്ക് തിരിച്ചടി. അന്ന് നീ എന്നെ ഓർക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്നില്ല. പറയാൻ നീ എന്നെ മറന്നപ്പോ ഞാൻ നിന്നെ മറന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനാ ഫഹുവ ലഹു ഖരീൻ. ആരാണ് അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അവരിലേക്ക് അല്ലാഹു തആല ഒരു പിശാചിനെ നിയോഗിക്കുന്നു. അയാളുടെ സുഹൃത്ത് പിന്നെ പിശാചായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നമ്മൾക്കൊരു മടുപ്പ് തോന്നുമ്പോ, ഇതിനോടൊക്കെ ഒരു മടുപ്പ് വരുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യക്കുറവ്. ഇവിടെ ഒരു ടൂർണമെന്റ് വെച്ചാല്, ഫുട്ബോളോ ക്രിക്കറ്റോ വോളിബോളോ ഏതെങ്കിലും ഒരു ടൂർണമെന്റ് വെച്ചാല് നാട് നീളെ ഫ്ലക്സ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു ഡെക്കറേഷൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? ചന്തകളുടെ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് വോളണ്ടിയർമാര് സദസ്സിലിരുന്ന് സഹകരിക്കുക എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? സദസ്സിൽ നിന്ന് പുറത്തുപോയി സഹകരിക്കുമെന്നാണ് പറയേണ്ടവര്. ഒന്ന് സദസ്സിൽ നിന്ന് പുറത്തു പോയിട്ട് സഹകരിക്കുമെന്നാ ചോദിക്കുക. കാരണം അവിടെ തിക്കും തിരക്കായി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യും? ഒരു പിശാചിനെ ഏൽപ്പിക്കും. നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. പിന്നെ പിശാച് നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ട് ചൂറ്റിക്കും, കറക്കും. രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ? ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് മക്കളൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കൾക്ക് ദീനിനോടും പള്ളിയോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു താല്പര്യം ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി പോലെയുള്ള എല്ലാ ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ലഹരിയുടെ ആ കെണിയിലേക്ക്, നെറ്റ്വർക്കിലേക്ക് നമ്മുടെ മക്കൾ എത്താതിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള പരിഹാരം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് അവരെ വിവാഹം ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങളുടെ മക്കൾ വേഗം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഉണ്ടാത്ത നിങ്ങൾ അടുത്ത് പറഞ്ഞു. നിങ്ങളെ മുഖം നേരെ കാണുന്നില്ല. എന്റെ മുഖത്തേക്ക് 4-5 ഫോക്കസ്, നിങ്ങളെ മുഖത്തേക്ക് ഒരു ലൈറ്റും ഇല്ല.
നിങ്ങളെ മക്കള് വേഗം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ആർക്കൊരു നഷ്ടമില്ല. നിങ്ങളെ പെൺമക്കള് വേഗം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? ഇല്ല. എന്തൊക്കെ കുറയുന്നറിയോ? വായനോട്ടം കുറയും, നമ്പർ കൊടുക്കൽ കുറയും, കഞ്ചാവ്, ലഹരി, മയക്കുമരുന്ന്, വീട്ടിലേക്ക് വൈകി വരുന്നത്, പള്ളിയോടും മദ്രസയോടും വാദിനോടുള്ള പുച്ഛം, ഇതൊക്കെ കുറയും. വേഗം കല്യാണം കഴിപ്പിച്ചു. ഇസ്ലാം പഠിപ്പിച്ച പരിഹാരം അതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറുപ്പക്കാരൊക്കെ വേഗം വന്നോളി. വീട്ടിൽ പോയിട്ട് ഉപ്പാട് കല്യാണത്തെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് വാദ കേൾക്കണം. ഇങ്ങോട്ട് വാ കയറിയിരുന്നോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൻ വലിദ ലഹു മൗലൂദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബ. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേരിടണം, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇൻ ബലഗ ഫൽയുസവ്വിജുഹു. പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. പ്രായപൂർത്തിയെത്തിയാൽ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ഏത് പ്രായത്തിലാണ് ഒരു പെണ്ണിന് വിവാഹപ്രായമെന്ന്, ഒരു ആണിന്റെ വിവാഹ പ്രായപൂർത്തി എപ്പോഴാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴാണ് ഒരു പെണ്ണിന് പ്രായപൂർത്തി സ്റ്റാർട്ടാവുക? പീരിയഡ്സ് സ്റ്റാർട്ടാവുന്നത് 9ാമത്തെ വയസ്സിൽ തുടങ്ങും. 9 മുതൽ 14 വയസ്സ് വരെ. 14 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പ്രായപൂർത്തിയാകും. ആൺകുട്ടികളുടെ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സിൽ തുടങ്ങും. ഒരു 15 വയസ്സാകുമ്പോൾ എല്ലാവരും പ്രായപൂർത്തിയാകും. അപ്പൊ പ്രായപൂർത്തി എത്തുമ്പോ ഫഇൻ ബലഗ ഫൽയുസവ്വിജുഹു, ഉടനെ വിവാഹം ചെയ്തു കൊടുക്കണം. ഫഇൻ ബലഗ വലം യുസവ്വിജുഹു, പ്രായപൂർത്തി എത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഫഇൻ അസ്വാബ ഇസ്മൻ ഫഇന്നമാ ഇസ്മുഹു അലാ അബവൈ. അവർ തെറ്റു ചെയ്താൽ ആ തെറ്റിന്റെ ഓഹരി അവരുടെ മാതാപിതാക്കൾക്കുണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. കല്യാണം വൈകിയതിന്റെ പേരിൽ മക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. എല്ലാവരും ഇവിടെ ഇല്ലേ? കല്യാണം വൈകിയത് മൂലം ഒരു ചെറുപ്പക്കാരൻ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റെന്താണ്? നമ്പർ കൊടുക്കും, പ്രേമിക്കും, ചാൻസ് കിട്ടിയാൽ കാറിൽ കറങ്ങും, സ്കൂള് കട്ട് ചെയ്യും, ക്ലാസ് കട്ട് ചെയ്യും, തിയേറ്ററിൽ പോകും, രാത്രി ഉറങ്ങാതെ ചാറ്റ് ചെയ്യും, വീഡിയോ കോൺഫറൻസ് എടുക്കും, അവസരം കിട്ടിയാൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടും ചെയ്യും. ഇതൊക്കെയാണ് ഒരു ചെറുപ്പക്കാരനിലും ഒരു പെണ്ണിലും ചെയ്യാൻ, കല്യാണം വൈകുന്നത് മൂലം സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റ്. അവർ മകൻ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക, അതിന്റെ ഒരു ഓഹരി ഇങ്ങക്കും കൂട്ടും, ഉപ്പാക്കും ഉമ്മാക്കും കൂട്ടും. നിങ്ങൾ വേഗം വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇവൻ വ്യഭിചാരിയായി മാറിയത്. ഇവൻ പെണ്ണിനെ പ്രേമിക്കാൻ കാരണം നിങ്ങൾ വേഗം വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ്. ആ പെൺകുട്ടി കണ്ട ആണുങ്ങളോടൊക്കെ കമന്റ് അടിക്കാൻ തുടങ്ങിയത് നിങ്ങൾ വേഗം വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ്. ഏതൊരു പെണ്ണും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ വിഷയം 100% ഇതേപോലെ പോകുന്നില്ല, ഒരു 75% എങ്കിലും ഈ ഒരു രീതിയിൽ പോകും. ഇനി ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും കല്യാണം കഴിഞ്ഞ പെണ്ണിനെ വളച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. അവർ വിചാരിക്കും നമുക്കറിയാമല്ലോ അവസ്ഥ പറയുന്നത്. അങ്ങനെ വിചാരിക്കണ്ട. 75% നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. 25% പിന്നെ എല്ലായിടത്തും ഉണ്ടാവും വളഞ്ഞുപോയ ആളുകൾ. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാല് പിന്നെ മറ്റുള്ള ആളുകളുടെ പ്രപ്പോസലോ മറ്റുള്ള ആളുകളുടെ കമന്റുകളിലോ മറ്റുള്ള ആളുകളുടെ സെഡ്യൂസിങ് ചെയ്യുന്ന വാക്കുകളിലൂടെ ഒന്നും അവരെന്ത് ചെയ്യില്ല, വീണുപോകില്ല. ഭർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ. അതില്ലാത്ത ആളുകളാണ് പൊതുവേ വിവാഹത്തിന്റെ പേര്, പ്രണയത്തിന്റെ പേരിലും പ്രേമത്തിന്റെ പേരിലുള്ള പല ചതിക്കുഴികളിലും വീണുപോകുന്നത്. റയറായിട്ട് മറ്റുള്ള ചില കേസുകളൊക്കെ ഉണ്ടാവാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും വളരെ ഗൗരവത്തോടെ ഞാൻ പറയാം, 18 വയസ്സ് നമ്മുടെ പെണ്ണിന് 18 വയസ്സ് പൂർത്തിയായാൽ നോ എനി എക്സ്ക്യൂസ്, അവിടെ ഒരു ഇളവുമില്ല. നിർബന്ധമായിട്ടും പെണ്ണിനെ നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുത്തിരിക്കണം. നിക്കാഹ്, വിവാഹമല്ല, നിക്കാഹ്. വിവാഹം ആ കുട്ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് പഠിച്ചു തീരുക അപ്പൊ വിവാഹം ചെയ്തു കൊടുത്താൽ മതി. നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലല്ല, നിങ്ങളെ വീട്ടിൽ തന്നെ ജീവിച്ചാൽ മതി.
നിക്കാഹ് 18 വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ പിന്നെ ഒന്നിനും പഠിക്കാനും കഴിയില്ല, ഒരു കാര്യത്തിനും ചെയ്യാൻ കഴിയില്ല. കാരണം എന്തേ, ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ പൊതുവേ പെണ്ണുങ്ങൾക്കൊരു തോന്നലുണ്ട്. കാരണം ഭർത്താവിന്റെ ഉമ്മ ഇത് പറഞ്ഞാൽ അത് എന്നെ ഉദ്ദേശിച്ചാണ്, ഭർത്താവിന്റെ ഉപ്പ വേറെന്തെങ്കിലും പറഞ്ഞാൽ അതും എന്നെ ഉദ്ദേശിച്ചാണ്, ഇനി ഞാൻ പഠിക്കാൻ പോകുമ്പോൾ വേറെന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതും എന്നെ ഉദ്ദേശിച്ചാണ്. ഇങ്ങനൊരു തോന്നൽ പൊതുവെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പഠിക്കാൻ പോകാൻ റിസ്ക് ആയിരിക്കും. എന്തെങ്കിലും ഒരു വാക്ക് ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞാൽ അതുകൊണ്ട് ഭയങ്കര മെൻ്റലി പ്രയാസമായി, മാനസികമായി ബുദ്ധിമുട്ടായി, പിന്നെ അതിൻ്റെ ഉള്ളിൽ കരച്ചിലായി, ഞാനിനങ്ങോട്ട് പോകില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു പോകും നമ്മുടെ മക്കൾ. നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾ പഠിക്കണം. വിവാഹത്തിന്റെ പേരിൽ നമ്മുടെ മക്കളുടെ പഠനം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. ഒരു പെൺകുട്ടി നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് പ്രപ്പോസൽ വന്നാൽ +2 കഴിയുമ്പോഴേക്കും നിങ്ങൾ നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്ത് വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കണം, സെൽഫ് സഫിഷ്യന്റ് ആവണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാണ്. 18 വയസ്സ് 17 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല സുന്ദരിയും സുമുഖിയൊക്കെ ആയ ഒരു പെണ്ണാണെങ്കിൽ ഒരുപാട് പ്രപ്പോസൽ വരും. അതിന് നല്ല ചെറുക്കനും നല്ല പണവും പത്രാസൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നുന്നു കെട്ടിച്ചു കൊടുത്താൽ എന്താ, പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നും, അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല. നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തതിന് ശേഷം ആ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കും. നിക്കാഹ് ചെയ്തതിന് ശേഷം പഠിക്കുമ്പോൾ കുട്ടിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും, പഠിക്കാനുള്ള കൂടുതൽ ശ്രദ്ധ ഉണ്ടാവും. കാരണം കോളേജിൽ പോയാൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ ബാക്കിൽ നടക്കാനില്ല, പിന്നാലെ ആളുകളും വരില്ല, കമന്റ് അടിക്കാനില്ല. ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നിക്കാഹ് കഴിഞ്ഞാൽ ഏകാഗ്രത ഉണ്ടാവും. ഇപ്പൊ നിക്കാഹ് ചെയ്തു കൊടുത്തതിന്റെ ശേഷം ആ കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, ആ കുട്ടി PG കംപ്ലീറ്റ് ചെയ്യണം. അതിന് മുകളിലോട്ട് പഠിക്കുന്നതൊക്കെ പഠിച്ചതിന് ശേഷം ആ കുട്ടിക്ക് കല്യാണം, വിവാഹം ചെയ്തു കൊടുക്കുക. അതുവരെ നിക്കാഹിലൂടെ രണ്ടുപേരും ജീവിക്കട്ടെ. ചെറുപ്പക്കാരൻ അതേപോലെ ഒരു 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഡിഗ്രി കംപ്ലീറ്റ് ആയ ഒരു സമയമായിരിക്കും. ആ സമയത്ത് നിർബന്ധിച്ച് നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. നിർബന്ധിച്ച്, അവർ സമ്മതിക്കൊന്നുമില്ല, പെണ്ണും സമ്മതിക്കൂല, ആണും സമ്മതിക്കൂല. നിങ്ങൾ നിർബന്ധിച്ച് നിക്കാഹ് ചെയ്തു കൊടുക്കണം. നിക്കാഹ് ചെയ്തതിന് ശേഷം ആ ചെറുപ്പക്കാരന് പഠിച്ചോട്ടെ. എനിക്കറിയാം, ഒരു ഡോക്ടർ UK പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ 21 വയസ്സാവാൻ കാത്തിരുന്നു. 21 വയസ്സായ ഉടനെ നിക്കാഹ് ചെയ്തു കൊടുത്തതിന് ശേഷം UK പറഞ്ഞു, ഇനി പോയിക്കോളി. 21 ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രായം 15ആണ്. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായതുകൊണ്ട് പെണ്ണിന് 18, ആണിന് 21, അല്ലെങ്കിൽ 15 ആകുമ്പോൾ തന്നെ എല്ലാറ്റിനും കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എന്താണ് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന തെറ്റെന്താണ്? എന്താണ്? അവസാന കാലഘട്ടം വരുമ്പോ മനുഷ്യന് 2 ചിന്ത ഉണ്ടാവുന്ന പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ചിന്ത ഉണ്ടാവും. 1 തിന്നണം, 2 വ്യഭിചരിക്കണം. അൽ ബത്നു വൽ ഫർജു, ഭുജിക്കണം, ഭോഗിക്കണം. ഈ 2 ചിന്തകളാണ് മനുഷ്യൻ അവസാന കാലഘട്ടം വരുമ്പോൾ ഉണ്ടാവുക. 100% ശരിയാണത്. ഇവിടെ നമ്മളെ കുട്ടികളൊക്കെ, പെൺകുട്ടികളൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ കൂട്ടി നടക്കും. ഈ ബോയ് ഫ്രണ്ടിന്റെ മനസ്സിൽ അവസരം കിട്ടിയാൽ ഈ പെണ്ണിനെ മിസ്യൂസ് ചെയ്യണമെന്ന് എല്ലാ ബോയ് ഫ്രണ്ട്സിന്റെ മൈൻഡിൽ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശപിക്കുന്ന പെൺകുട്ടികളെ, നിങ്ങൾക്ക് ആണുങ്ങളെ സൈക്കോളജി നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ സൈക്കോളജി വെച്ചിട്ട് ആണുങ്ങളെ കാണരുത്. ആണുങ്ങളുടെ മെന്റാലിറ്റി വേറെയാണ്, പെണ്ണിന്റെ മെന്റാലിറ്റി വേറെയാണ്. പൊതുവെ സ്ത്രീകൾ അവരുടെ സൈക്കോളജി, അവരുടെ മെന്റാലിറ്റി വെച്ചാണ് ആണിനെ കാണുന്നത്. ഒരു ആണിനാണ് നിങ്ങൾ ഇവരെ ബോയ് ഫ്രണ്ട് ആണ്, ബോയ് ഫ്രണ്ട് ആങ്ങളമാരെ പോലെ കാണുന്ന കുറെ ആളുകളുണ്ട്. ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ആങ്ങളാണെന്ന് അവരൊക്കെ വിചാരം. കാണാൻ, മുണ്ടാൻ, കൈ കൊടുക്കാൻ, ഷെയ്ക്കാൻ, ഒന്നിച്ച് യാത്ര ചെയ്യാൻ. ഈ ബോയ് ഫ്രണ്ട് എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾ കൊടുത്താൽ അവർ മിസ്യൂസ് ചെയ്യും. ഷുവർ, 100% ഷുവർ. അങ്ങനെ ഇല്ലാന്ന് ആർക്കും ഏതെങ്കിലും ആണിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണിന് എന്തോ ശാരീരികമായി തകരാറുണ്ടെന്നാണ് അർത്ഥം. പിന്നെ അത്ര ഈമാനുള്ള ആളാണ്. അത്ര ഈമാനുള്ള ആൾ എന്തായാലും ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കാൻ പോകില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ പറയും, നിങ്ങൾ ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു മാന്യത ചമയുന്നതാണ്. ഇതൊക്കെ മാറ്റി പോകും. പെട്ടെന്ന് നിക്കാഹ് ചെയ്താൽ പോരെ. 18 വയസ്സിലൊരു പെണ്ണിന് നിക്കാഹ് ചെയ്താൽ ചാറ്റ് ചെയ്യാനും, കറങ്ങാനും, ടൂറ് പോകാനും, പിക്ക് ചെയ്യാനും, ഡ്രോപ്പ് ചെയ്യാനും എല്ലാറ്റിനും ആളുണ്ടല്ലോ, അനുവദനീയമായ ഒരാൾ. ചെറുപ്പക്കാർക്കും അങ്ങനെയല്ല. 21 വയസ്സിൽ നിങ്ങൾ നിക്കാഹ് ചെയ്താൽ പിന്നെ ഏതെങ്കിലും പെണ്ണിനെ കൂട്ടി ബൈക്കിൽ പോകണോ? ഏതെങ്കിലും പെണ്ണിനെ കൂട്ടിയിട്ട് കാറിൽ പോകണം? സ്വന്തം ഓളെ കൂട്ടിയിട്ട് കറങ്ങാൻ പോയിക്കൂടെ? പിന്നെ നിങ്ങളെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിക്കാഹ്. ഇത് നിങ്ങൾ പാലിച്ചാൽ നാട്ടിൽ നടക്കുന്ന ഒരു 75% അനാചാരങ്ങളെയും നമ്മൾ പുതുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് ദീനിനോടും പള്ളിയോടും മദ്രസകളോടൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും.
മയക്കുമരുന്ന്, ലഹരി പോലെയുള്ള നെറ്റ്വർക്കിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ വളരെ വേഗത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ള പരിഹാരം. കാരണം ഒരു പെണ്ണിന്റെ മെന്റാലിറ്റി ഒരു CBIയുടെ ഒരു മെന്റാലിറ്റി. ഒരു പെണ്ണിന് ഇങ്ങനെ ബാക്കിൽ കൂടിയിട്ട് ഭർത്താവിനെ മക്കളെ ഇങ്ങനെ എന്ത് ചെയ്യൂല, ബാക്കിൽ കൂടി അവരിങ്ങനെ ഒരു എന്ത് ചെയ്യില്ല, അന്വേഷണ ബുദ്ധിയോടുകൂടി ഒരു മകനെ ശ്രദ്ധിക്കൂല. മകന്റെ പിന്നാലെ കൂടി സൈക്കിൾ എടുത്ത് മകന്റെ പിന്നാലെ കൂടി അവൻ എവിടെ പോകുന്നു, അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ ഫോൺ എങ്ങനെ, അവന്റെ ബെഡ്റൂം എങ്ങനെ, അവന്റെ ഷെൽഫ് എങ്ങനെ, ഇതൊന്നും ഒരു ശ്രദ്ധിക്കില്ല. ഇങ്ങനെ മുമ്പിലൂടെ നിന്ന് 4 ഡയലോഗ് അടിച്ച് നിർത്തും. പക്ഷെ ഭാര്യ അങ്ങനെയല്ല. ഭാര്യ അവനെ ഫോളോ ചെയ്യും, നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യും ഭർത്താവിന്റെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളെ ഭാര്യ തിരിച്ചറിയും. ലഹരി പോലെയുള്ള അനാചാരങ്ങളിലും കുരുക്കിലും നമ്മുടെ ഭർത്താവ് പെടുന്നത് ഭാര്യക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. സിസറും സിഗരറ്റും വലിക്കുന്നതും ആർക്ക് തിരിച്ചറിയാൻ കഴിയും? ഭാര്യക്ക് തിരിച്ചറിയാൻ കഴിയും. ഭാര്യ നിരന്തരമായി ഭർത്താവിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു ഭർത്താവിന് കഴിയും. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി. നിങ്ങൾ കല്യാണം കഴിച്ചാൽ 75% നിങ്ങൾ നന്നായി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കലോടുകൂടെ 75% നന്നാകുമെന്നാ പറഞ്ഞത്. 75%, 100% നന്നാകുമെന്ന് നബി തങ്ങളും പറഞ്ഞിട്ടില്ല. 3-1, 2 ഭാഗം നന്നാവുന്ന പറഞ്ഞു. ഏതൊരു ചെറുപ്പക്കാരനായാലും ഏതൊരു പെണ്ണായാലും അനാവശ്യമായി ഒരുപാട് സമയം കളയുന്നത് പെണ്ണിന്റെ പേരിലാണ്, ആണിന്റെ പേരിലാണ്, പ്രേമത്തിന്റെ പേരിലാണ്. അവരുടെ വിലപ്പെട്ട വായിക്കേണ്ട സമയം, എന്തെങ്കിലും ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം, ഒരു ഓൺട്രപ്രൂനർ ആയിട്ട് മാറേണ്ട സമയത്തൊക്കെ ഇയാൾ പെണ്ണിന്റെ പിന്നാലെയാണ്. പിന്നെ എപ്പോഴേ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുക? എപ്പോഴാണ് ഒരു പുസ്തകം വായിക്കാൻ സമയം കിട്ടുക? എപ്പോഴാണ് എന്തെങ്കിലും സമൂഹത്തിന് കാര്യക്ഷമമായ ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സമയം കിട്ടുക? പ്രായപൂർത്തി 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഇങ്ങനെ വായ നോക്കി കുറെ കാലം നടന്നു, പിന്നെ കല്യാണം കഴിഞ്ഞു. നല്ല ഒരു കാലഘട്ടം വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 15 മുതൽ 30 വരെയുള്ള കാലഘട്ടം. അത് വെറുതെ വേസ്റ്റ്. അത് നേരത്തെ കല്യാണം കഴിച്ചാലോ? നേരത്തെ കല്യാണം കഴിച്ചാൽ പിന്നെ കുറെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ടല്ലോ, കുറെ ഫാഷനബിൾ അഫക്റ്റേഷൻ എന്ന് പറയും, ഫാഷനോടുള്ള സ്നേഹം. അവരുടെ മുടി കൊണ്ടുള്ള ഒരു കളി, താടി കൊണ്ടുള്ള ഒരു കളി, ഡ്രസ്സ് കൊണ്ടുള്ള ഒരു കളി, ഇതൊക്കെ നിൽക്കും. സ്വാഭാവികമായിട്ട് കല്യാണം കഴിയലോടുകൂടി ഒരു മാന്യമായ വസ്ത്രത്തിലേക്ക്, ഡ്രസ് കോഡിലേക്ക് മക്കൾ മാറും. വിവാഹത്തോടുകൂടി ഒരു മാന്യമായ, പിന്നെ എന്നെ ഇങ്ങനെ കുറെ ആള് കാണണമെന്നോ ആരെങ്കിലും കാണിക്കാനൊന്നുമില്ല, സ്വന്തമായിട്ട് ഭാര്യ ഉള്ളത് കൊണ്ട് തന്നെ ഓവർ മോഡിഫിക്കേഷനിലേക്ക് നമ്മുടെ മക്കൾ പോകില്ല. ഒരു മാന്യമായ ഡ്രസ്സായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവാഹം ചെയ്താൽ, ആണായാലും പെണ്ണായാലും കല്യാണം കഴിഞ്ഞാൽ 75% ഒരാൾ നന്നാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്യാണം കഴിച്ച് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, കല്യാണം കഴിഞ്ഞ ആളുകളൊന്നും ഇനി മേലാല് വായ നോക്കൂല എന്നല്ല ഞാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ 75% വായ നോക്കുന്നത് കുറയും, പിന്നെ ഒരു 25% ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി പോവില്ല, കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇൻസൈഡൊക്കെ ചെയ്യുന്നില്ല, ബുള്ളറ്റ് എടുത്തിട്ട് വായ നോക്കാൻ വേണ്ടി പോവില്ല, കണ്ടാ നോക്കിയേക്കാം. ഞാൻ ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. ലൈവില്ലല്ലോ, ഉണ്ടാ? അതിന്റെ സിസ്റ്റം ഇവിടെ, ലാപ്ടോപ്പൊക്കെ മുമ്പിലൊക്കെ ഉണ്ട്. അതില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ലൈവ് കൊടുക്കുന്നതന്നെ നിർത്തണം. ഇത് ഭയങ്കര അപകടമാണ്, ഡേഞ്ചറസ് ആണ്. ആളുകൾ വന്ന് ഇരിക്കാത്ത ലൈവുള്ളതുകൊണ്ടാണ്. ഇപ്പം ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു 800 വീടുണ്ടെങ്കിൽ 400 വീട്ടുകാർക്കും ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ പോരെ, വീട്ടിലിരുന്നിട്ട്. അപ്പോ എനിക്ക് ധൈര്യമായിട്ട് സംസാരിച്ച് ലൈവില്ലാന്ന് വിചാരിച്ചിട്ട്. ഈ ലൈവ് ഉണ്ടാകുമ്പോൾ പല വിഷയങ്ങളും ചെറിയ ക്ലിപ്പുകളാക്കിയിട്ട് ട്രോളാൻ ഉപയോഗിക്കും. പല വിഷയങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയില്ല, സത്യമാണ്. ഇപ്പം എന്തൊക്കെ ട്രോളുകളാണ് യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് സംസാരിച്ചാലും ട്രോളാണ്. അതേപോലെ പരിസരബോധമില്ലാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത്, എങ്ങനെ, എവിടെ പറയണമെന്നറിയാത്ത ആളുകളാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയുന്നത്,
നമ്മൾ വിവാഹം കഴിക്കുമ്പോഴേക്കും ദീനിന്റെ 2/3 ഭാഗം നന്നാവാൻ നമ്മൾക്ക് കഴിയും. 2/3 ഭാഗം നന്നാവും. 75% നമ്മൾ നന്നാവും. ബാക്കി ഒരു 25% ഇല്ലേ, അതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ബാക്കിയുള്ള 25%. അതിനാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ പെണ്ണ് നോക്കുമ്പോൾ സൗന്ദര്യമല്ല നോക്കേണ്ടത്, സമ്പത്തല്ല നോക്കേണ്ടത്, തറവാടല്ല നോക്കേണ്ടത്, ദീനുള്ള പെണ്ണിനെയാണ് നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ നോക്കിയാൽ നിങ്ങളുടെ 25% നന്നായി. അപ്പൊ പെണ്ണിന്റെ 25% എങ്ങനെ നന്നാവും? ദീനുള്ള ആണിനെ നോക്കണം. ഇദാ ആതാകും മൻ തർലൗന ദീനഹു വഖുലുഖഹു, നിങ്ങൾക്ക് ദീനും സ്വഭാവവും ഇഷ്ടപ്പെട്ട ഒരാളൊരു പ്രപ്പോസലുമായിട്ട് വന്നാൽ, നല്ല ദീനുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ പ്രപ്പോസലായിട്ട് വന്നാൽ നിങ്ങൾ അവരുടെ പണം നോക്കരുത്. ദീനുണ്ട്, സ്വഭാവമുണ്ട്, അപ്പൊ വീടിന്റെ വലിപ്പം നോക്കരുത്. വീട് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ വണ്ടിയുടെ വലിപ്പം നോക്കരുത്. ആൾട്ടായിട്ടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഇന്നോവ ആണെന്ന് ആഗ്രഹിക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? ജോലി, വരുമാനം ഇതൊന്നും നോക്കണ്ട. ദീനും സ്വഭാവം ഉണ്ടോ കെട്ടിച്ചുകൊടുക്കുക. സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യൻ നിങ്ങളുടെ ഭാര്യയെ പൊന്നുപോലെ നോക്കും. ദീൻ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്. മദ്ദീനു യാ റസൂലല്ലാഹ്. നബി, എന്താണ് നബിയെ ദീൻ എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ പറഞ്ഞു, ദീൻ എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖാണ്, സ്വഭാവമാണ്. അപ്പൊ രണ്ടുണ്ട്, ദീനുണ്ട്, സ്വഭാവമുണ്ട്. ദീനും സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മക്കൾക്ക് പ്രപ്പോസലായിട്ട് വന്നാല്, ഒരുപാട് മുതലാളിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുതലാളിമാരോട് പറയണം, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങളെ പോലെ തന്നെ വലിയ മുതലാളി ആവാൻ കാത്തിരിക്കണ്ട. നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ മക്കൾക്ക്, മരുമക്കൾക്ക് പൈസ ഉണ്ടാണെന്ന് നിങ്ങൾ ഇത്ര ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്താൽ പോരെ. നിങ്ങളുടെ മകളും നിങ്ങളുടെ മരുമകനൊക്കെ നിങ്ങൾ തന്നെയല്ലേ. നിങ്ങളെ മരുമകൻ നിങ്ങളുടെ മക്കളെ പോലെ തന്നെയല്ലേ. ദീനും സ്വഭാവം നോക്കണം, മക്കളുടെ ദീന് നോക്കണം, മക്കളുടെ സ്വഭാവം നോക്കണം. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് വിവാഹം നിങ്ങൾ വൈകിക്കുകയാണെങ്കിൽ ഫതകുൻ ഫിത്നതുൻ വഫസാദുൻ അരീൽ, വ്യാപകമായ ഫിത്നയും ഫസാദും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വിവാഹം വൈകിയാൽ നാട്ടിൽ ഫിത്നയുണ്ടാകും, വ്യാപകമായ ഫിത്ന, വ്യാപകമായ ഫസാദ് ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അനാചാരങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും, തോന്നിവാസങ്ങൾ ഉണ്ടാകും. രാത്രി വീട്ടിലേക്ക് ഉറങ്ങാൻ വരാൻ വേണ്ടി മക്കൾ വൈകും. 2 മണിയൊക്കെ ആവാതെ വീട്ടിലേക്ക് മക്കൾ വരാറുണ്ടോ? 2 മണിയൊക്കെ ആവാതെ വീട്ടിലേക്ക് മക്കൾ വരാറുണ്ടോ? ആരാ ഈ റോഡ് സൈഡിലേക്ക് ഒരു പണിയില്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്? ഞാൻ വാലൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൂരും കോഴിക്കോടൊക്കെ വാല് കഴിഞ്ഞ് 2 മണിക്ക് വന്നാലും ഈ തെരുവോരങ്ങളിലുള്ള കച്ചവട ഷോപ്പുകളിൽ, ഹോട്ടലുകളിലൊക്കെ ചെറുപ്പക്കാർ ഒരു ആവശ്യമില്ലാതെ ഇരുന്നിട്ട് സ്വറ പറയാൻ 2 മണിക്കും 3 മണിക്കൊക്കെ. ഒന്ന് കിടന്നുറങ്ങിക്കൂടെ മനുഷ്യന്മാരെ? എന്തിനാണൊരു കാരണമില്ലാതെ വെറുതെ ഉറക്കം കളയുന്നത്? ഒരു ദിവസം ഞാൻ കണ്ടുവിടെ, വാല് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് റോഡ് സൈഡിലുള്ള ഒരു ഷോപ്പിൽ, ഒരു ഹോട്ടലിൽ, എവിടെ നിന്ന് പറയും, സീതാങ്കോളിയിൽ നിന്ന് വന്നത്. എന്തിന്? സീതാങ്കോളിയിൽ നിന്ന് ഇവിടത്തേക്ക് എന്തൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നത്. തെങ്ങിൽ കെട്ടിട്ട് കൊടുക്കണം അട്ടി. ആ സമയത്ത് പുരയിൽ 100 ജ്യൂസ് ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ജ്യൂസ് കുടിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. ഈ മനുഷ്യനോട് വേദന വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ നടുവേദന, മുട്ടുവേദന, എല്ലാ ശരീരത്തിലില്ലാത്തൊരു വേദന ഉണ്ടാവും 2 മണിക്കൊക്കെ. എന്താ ഇതിൻ്റെ ആവശ്യം? കുറച്ചെങ്കിലും ഒരു പക്വതയും പരിസരബോധവും നമ്മൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനോടൊരു എന്ത് പറയണ്ടേ, ഒരു മാന്യതയും ഒരു മര്യാദയൊക്കെ നമ്മൾക്ക് വേണ്ടേ? നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് ഒരു മര്യാദ, ഒരു മാന്യത. നമ്മൾക്ക് അല്ലാഹുവിനോട് ഒരുപാട് കടപ്പാടില്ലേ? നമ്മളോട് തന്നെ ചില ബാധ്യതയില്ലേ? നമ്മൾക്ക് നമ്മുടെ തടിയോട് ബാധ്യതയില്ലേ? രാത്രി ഇനി മേലാൽ ഞാൻ ഉറങ്ങൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞൊരു സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, ഇനി മേലാൽ ഉറങ്ങാതിരിക്കാൻ പാടില്ല, ഉറങ്ങാതെ നിസ്കരിക്കാൻ പാടില്ല, മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കൊള്ളണം. ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞൊരു സഹാബിയോടാണ് ഇത് പറയുന്നത്. ഇനി ഞാൻ ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും. ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും.
അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഞാനും നിസ്കരിക്കുന്നുണ്ട് നിന്നെ പോലെ, ഞാൻ നിസ്കരിക്കുന്നത് പോലൊക്കെ നിസ്കരിച്ചാൽ മതി, ബാക്കിയുള്ള സമയത്ത് മര്യാദക്ക് കിടന്നുറങ്ങിക്കൊള്ളണം. നമ്മൾ ഉറങ്ങാതെ തിന്നപ്പോ ജ്യൂസ് കുടിക്കാൻ പോകും, 10, 20, 40 കിലോമീറ്ററുകൾ താണ്ടി രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ജ്യൂസ് കുടിക്കാൻ പോകും. നബി തങ്ങളെ കയ്യിൽ കിട്ടിയ വെറുതെ വിടും, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു, ഉറങ്ങാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ശപിക്കുന്ന ചെറുപ്പക്കാരെ, ദയവ് ചെയ്തിട്ട് ഒരാവശ്യമില്ലാതെ രാത്രി ഉറക്കമൊഴിക്കരുത്. ഒരാവശ്യമില്ലാതെ ഉറക്കരുത്. ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ, നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല. ആവശ്യമില്ലാതെ വെറുതെ നമ്മളിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. സ്വയം ചിന്തിക്കുക, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് സുഖം കിട്ടുന്നത്? നിങ്ങളിങ്ങനെ 2 മണി വരെ 3 മണി വരെ കിടന്നുറങ്ങാതെ, 3 മണിക്ക് കിടന്നുറങ്ങി സുബഹി നിസ്കരിക്കാതെ ഒരു 8 മണി വരെ കിടന്നുറങ്ങുന്നതിൽ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതിലെന്ത് ആനന്ദം ഉള്ളത്? നേരെ മറിച്ച് ഒരു 10 മണിക്ക് കിടന്നുറങ്ങിയാൽ രാവിലെ സുബഹിക്ക് എണീച്ചൂടെ? അതല്ലേ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത്. സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നവന് അല്ലാഹുവിന്റെ ദിമ്മത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകൾ, പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി സുബഹി നിസ്കരിക്കുന്ന ആളുകളെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിയാനൊന്നും ഭാര്യമാര് വിടൂല, അത് വിടാനും പാടില്ല. ആരാ അലഞ്ഞു തിരിയ? ഓൾമോസ്റ്റ് ആളുകളും കല്യാണം കഴിയാത്തവരാണ്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാവും, ഭാര്യനെ ഇങ്ങനെ വരച്ചവരയിൽ നിർത്തുന്ന കുറച്ച് ക്രൂരന്മാരായ ഭർത്താക്കന്മാരുണ്ടാവും. വരച്ചവരയിൽ ഭാര്യയെ നിർത്തും, അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ചില ആളുകൾ കൊണ്ടുവരും. എന്നോട് ഭാര്യ ഒന്നും പറയൊന്നുമില്ല, ഞാനും ഭാര്യയും തമ്മിലൊരു പ്രശ്നമില്ല, എന്നോടൊരു വാക്കോട് ചോദിക്കൂല, ഞാൻ അവിടെ വരച്ചവരയിൽ നിർത്തും. നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി. ഭാര്യ വരച്ചവരയിൽ നിർത്തുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അയാളാണ് ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി. ഒരാളും ഭാര്യ വരച്ചവരെ നിർത്താൻ പാടില്ല. നബി തങ്ങൾ അങ്ങനെ വരച്ചവരെ നിർത്തിയിട്ടില്ല. ഭാര്യ ആരാ പറഞ്ഞു ഭാര്യ വരച്ചവരെ നിർത്തണം? ഭാര്യയോട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് പിണക്കുണ്ടാവുക. ഭാര്യ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു ഭാര്യ ചൂടായി. അല്ലെങ്കിൽ വരച്ചവരെ നിർത്തുന്ന ഭാര്യ ചൂടാവില്ല, ചൂടായി അപ്പ കിട്ടുമെന്ന് അറിയാം, ഉണ്ടാണ്ടിരിക്കും, നല്ല സുഖമായിരിക്കും, എന്ത് പണിയില്ല. ഭാര്യയോട് പറഞ്ഞൊക്കെ ഒരു അടിമയെ പോലെ ഭാര്യ പണിയെടുപ്പിക്കാം, അടിമയെ പോലെ ഭാര്യ പണിയെടുപ്പിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല വീട്ടിൽ. അടിമ, ഭാര്യ അടിമയാണ്, ഭാര്യ അല്ലത് അടിമ. ആ പണിക്കൊരു ഭർത്താവ് നിൽക്കരുത്. ഭാര്യ അടിമല്ല, യുവർ പാർട്ട്ണർ, എന്റെ പാർട്ട്ണറാണ്, എന്റെ പാർട്ട്ണറാണ്. ബെറ്റർ ഹാഫ് എന്നാ പറയുമ്പോൾ നമ്മുടെ ഒരു പകുതിയാണ് ഭാര്യ. അടിപിടി ഉണ്ടെങ്കിൽ അവിടെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് അർത്ഥം. ഭാര്യ എന്നോടൊന്നും കേർത്ത് സംസാരിക്കുന്നില്ല എന്നൊരു ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അയാള് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാണ്, ഒരാവശ്യവുമില്ലാതെ നമ്മുടെ ശരീരത്തോടുള്ള കടപ്പാട് വീട്ടാതെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് ചില കടപ്പാടുണ്ട്. കണ്ണിനോടുണ്ട്, ചെവിയോടുണ്ട്, ഭാര്യമാരോടുണ്ട്, എല്ലാവരോടും കടപ്പാടുണ്ട്. കണ്ണിനോടുള്ള കടപ്പാടാണ് രാത്രിയായാൽ വേഗം കിടന്നുറങ്ങുക എന്നുള്ളത്. രാത്രിയായാൽ, സമയമായാൽ വേഗം കിടന്നുറങ്ങണം, അത് കണ്ണിനോടുള്ള കടപ്പാടാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. വിവാഹം വൈകിയാൽ നാട്ടിൽ ഒരുപാട് അനാചാരങ്ങളും അനാശാസ്യങ്ങളും നടക്കുമെന്ന്, ഫിത്ന നടക്കുമെന്ന്, ഫസാദ് നടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വിവാഹം വൈകിയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് ആണിനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദീനാണ്. ഒരു ആണ് പെണ്ണിനെ നോക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദീനാണ്. രണ്ടാളും ദീന് നോക്കണം. ദീനുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ 75% വിവാഹത്തോടെ നന്നായത്, ആ 25% കൂടി നന്നാക്കാൻ ഭർത്താവിന് കഴിയും. ദീനില്ലാത്ത ഭർത്താവാണെങ്കിൽ ഭാര്യ ചിലപ്പോൾ മോശമായി പോവും. ഭാര്യ നല്ല പെണ്ണ, കല്യാണം കഴിയലോടുകൂടി ഭാര്യ മോശമായി പോവും. ദീനില്ലാത്ത ഭാര്യയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭർത്താവ് എത്ര നല്ലവനാണെങ്കിലും ഭർത്താവ് മോശമായി പോകും. നേരെ മറിച്ച് ദീനുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവ് 75% വിവാഹത്തോടെ നന്നായി, ബാക്കി ഒരു 25% ഭാര്യയുടെ സഹായത്തോടെ നന്നാവാൻ കഴിയും. എന്താ
ചെറുപ്പക്കാരെ ദീനിലേക്ക് അടുപ്പിക്കാനുള്ള വഴി എന്താണ്? എന്താ വഴി? ഇങ്ങനെ കേട്ടിട്ട് പോണം, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ കേട്ടിട്ട് ചിരിച്ചിട്ട് പോയാൽ മതിയല്ലേ. കഴിയുമെങ്കിൽ കല്യാണം കഴിക്കുമ്പോഴേക്കും വേറൊരു വീടും വെച്ചു കൊടുക്കണം മക്കൾക്ക്. പറ്റുമെങ്കിൽ വിവാഹം നമ്മുടെ എല്ലാ ആൺമക്കൾക്കും 21 വയസ്സിന് വിവാഹം ചെയ്തു കൊടുക്കുക. ഈ കയ്യിൽ കുറെ ചരടും കുറെ ഇരുമ്പും കുറെ ചങ്ങലൊക്കെ ഇട്ട് ഭ്രാന്തൻ നായ്മാരെ പോലെ നടക്കുന്ന കുറെ ചെറുപ്പക്കാരില്ലേ, കഴുത്തിലും കയ്യിലൊക്കെ കുറെ. ഇതൊക്കെ പുതിയാപ്പിള ഇങ്ങനെ ഭാര്യന്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മോച്ചന്റെ മുമ്പിൽ ഇതൊന്നും ഇട്ട് പോകില്ല. അവിടെ ഇയാൾ വിചാരിക്കും കുറച്ച് മാന്യത വേണ്ടേ. അമ്മോച്ചന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും കയ്യിൽ ഭ്രാന്തൻ നായിനെ പോലെ ചങ്ങലിട്ടിട്ട് പോകും. കീറിയ കുപ്പായ അവിടെ ഇവിടെയൊക്കെ കീറിയ ജീനിട്ടിട്ട് പോകും. അവിടെ ചെറിയൊരു മര്യാദ കാണിക്കും. പുതിയാപ്പിളായിട്ട് ആദ്യം നല്ലൊരു ഒഫീഷ്യൽ ഡ്രസ് ഇട്ടിട്ടല്ലേ ഭാര്യയുടെ വീട്ടിൽ പോവാ, അവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ മാറി നിന്നൊക്കെ വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നാവാനുള്ള പരിഹാരം വേഗം വിവാഹം കഴിക്കലാണ്. അതന്നെ പരിഹാരം, വേറൊരു പരിഹാരം ഇല്ലല്ലോ ഭൂലോകത്ത്. നന്നാവാനുള്ള പരിഹാരം വേഗം വിവാഹം കഴിക്കൽ തന്നെ. പക്ഷേ വിവാഹത്തിന്റെ പേരിൽ നമ്മുടെ മക്കളുടെ പഠനം മുടങ്ങാൻ പാടില്ല. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു പെണ്ണിന്റെയും പഠനം വിവാഹത്തിന്റെ പേരിൽ മുടങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് വളരെ പ്രധാനമായതിൽ ചേർത്ത് പറയാനുള്ളത്. പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്വയം പര്യാപ്തരാക്കണം, സെൽഫ് സഫിഷ്യന്റ് ആക്കണം. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരു മക്കൾക്കും ഒരു പിതാവും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയി എങ്കിൽ ഭാര്യയ്ക്ക് ധൈര്യം വേണം, എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും. ഭർത്താവില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും. അതിനെന്ത് വേണം? വിദ്യാഭ്യാസം വേണം. ഞാൻ ട്യൂഷൻ എടുത്ത് ജീവിച്ചോളാം, ഞാനൊരു ടീച്ചർ ആയിക്കോളാം, ഞാൻ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിക്കോളാം, ഒരു കാഷ്യർ ആയിക്കോളാം. ഇതൊക്കെ ആവണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. കല്യാണം കഴിഞ്ഞൊരു 10 വർഷം ഒന്നും ജോലിക്കാ പോയിട്ടുണ്ടാവില്ല, പക്ഷെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്. 10 വർഷം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു, പെണ്ണിന് 3 കുട്ടികളുണ്ട്, വേറെ കല്യാണം കഴിയാൻ താല്പര്യമില്ല. അങ്ങനെ ചില ആളുകൾ ഉണ്ടാവാറുണ്ട്. ഭർത്താവ് മരിച്ച പിന്നെ വേറൊരു കല്യാണത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭർത്താവ് മരിച്ച വേഗം കഴിഞ്ഞ ഉടനെ വേറെ ആളെ കല്യാണം കഴിച്ചോളൂ. ഭാര്യ മരിച്ചാൽ ഭർത്താവ് അങ്ങനെ 40 കഴിഞ്ഞാൽ വേറെ ആളെ കല്യാണം കഴിച്ചോളൂ. വിവാഹം കഴിക്കാതെ ജീവിക്കരുത്. ആരായാലും വിവാഹം കഴിക്കാതെ ജീവിക്കരുത്. ഒരു ഭർത്താവ് വേണം. ഒരാണിന് പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഒരു പെണ്ണിന് ആണുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പ്രകൃതി എങ്ങനെയാണ്? ഷീ എന്ന് പറയുമ്പോ അതിന്റെ എസ് മാറ്റിയാൽ ഹീ ആണ്, അവൻ. ഷീ അവൾ. മാഡം ആഡം, ആഡം ആണ്, മാഡം പെണ്ണ്. മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് പോലെ എല്ലാ വസ്തുക്കളിലും അല്ലാഹു ഇരട്ടയെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. XY ക്രോമോസോമുകൾ, ഇരട്ടകൾ, പെണ്ണുണ്ട് ആണുണ്ട്. XY ക്രോമോസോമുകൾ. എവിടെ ഇരട്ടയില്ലാത്തത്? എല്ലാറ്റിലും ഇരട്ടുണ്ട്, ആണും പെണ്ണുണ്ട്. ഇരട്ടകളെ അല്ലാഹു സൃഷ്ടിച്ചു. അതിലൊന്ന് പെണ്ണാണ്, ഒന്ന് ആണാണ്. പ്രകൃതി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ആണില്ലാതെ ഒരു പെണ്ണിനും ജീവിക്കാൻ കഴിയില്ല, പെണ്ണില്ലാതെ ഒരു ആണിനും ജീവിക്കാൻ കഴിയില്ല. ഇന്ന് ചില ആളുകൾ സ്വശരീരത്തിന്റെ മാരടങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഞാൻ ആണാണ് എന്നിങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നടത്താൻ. പാവങ്ങളായ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നീ ആണാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ മാരടങ്ങളൊക്കെ മുറിച്ച് ട്രാൻസ്ജെൻഡേഴ്സ്, ട്രാൻസ് ആയിട്ട് മാറാൻ. ഇവർക്ക് കമ്മീഷൻ ഉണ്ടാവും. സർജറിക്ക് ചെറിയ ചിലവൊന്നുമല്ലല്ലോ. മാരടങ്ങൾ മുറിക്കുക, സെക്ഷൽ ഓർഗാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇതൊക്കെ ചെറിയ പൈസയുടെ കാര്യമാണ്. ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ടീമിന് ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ടാവും. കമ്മീഷൻ ഇല്ലാതെ ആരെങ്കിലും ഇത് പണിയെടുക്കുന്നുണ്ടാവും? എന്താ കമ്മീഷൻ ഇല്ലാതെ നിങ്ങൾ ആരെങ്കിലും പണിയെടുക്കും? കമ്മീഷനെ കുറിച്ച് അന്ന് വേദം പറഞ്ഞതിന് കുറെ ആളുകൾ എന്നോട് ചോദ്യം ചെയ്തു, നിങ്ങൾ ഇതിന് അങ്ങനെ വേദം പറഞ്ഞു? സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോകില്ലേ? കൂട്ടട്ടെ, എന്തിനാ സ്ഥാപനം? കമ്മീഷൻ വാങ്ങിയിട്ട് നിങ്ങളൊരു സ്ഥാപനം നടത്തണ്ട. ദാറുൽ ഹുദ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇന്ന് വരെ കമ്മീഷനുള്ള ഒരു പിരിവും ദാറുൽ ഹുദയ്ക്കുണ്ട്. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കണം. 1 ലക്ഷം രൂപ പള്ളിക്ക് നിങ്ങൾ കളക്ട് ചെയ്യുക, അതിൽ 40,000 കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കുക.
ശമ്പളം കൊടുത്തോട്ടെ, നല്ല ശമ്പളം കൊടുത്താൽ പോലെ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക്. ന്യായീകരിക്കാൻ എല്ലാറ്റിലും ഓപ്ഷൻ ഉണ്ടാവും. ഇതിനെങ്ങനെ പല മസലകൾ കീല കാല ഇതൊക്കെ പിടിച്ച് സാനിയും താലിതൊക്കെ പിടിച്ച് നിങ്ങൾക്ക് ന്യായീകരിക്കാനുണ്ടാവും. ഓരോ ആളുകൾക്ക് ആവശ്യമുള്ളതിന് അവർ സാനിയും 3, 4, 30 അഭിപ്രായം പിടിച്ചിട്ട് ന്യായീകരിക്കും. ഒരാൾക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ പെട്ടെന്ന് ഹറാമെന്ന് ഒറ്റ മസലം കൂടെ കൊടുക്കും. എല്ലാം ഹറാമില്ല. അറിഞ്ഞവരാണെങ്കിൽ കുറേ ഉണ്ട് അങ്ങനെയുള്ള മസലകൾ. അയാൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഹറാം. തൊട്ടതും മറിച്ചതും ഹറാം. കാരണം അയാൾക്ക് അതിനോട് താല്പര്യമില്ല, അപ്പൊ ഹറാമാക്കി. ഇത് ഇയാൾക്ക് താല്പര്യമുണ്ട്, അപ്പൊ സാനിയും 30, 40 മസല അടക്കം നോക്കും. എങ്ങനെങ്കിലും ഇത് ഹലാലാക്കാൻ പറ്റുമോ നോക്കും. എനിക്ക് ആ ഒരു വേദ പറഞ്ഞ എത്ര ഉസ്താദന്മാർ മെസ്സേജ് അയച്ചിരുന്നു വാട്സപ്പിൽ. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാറ്റിനും കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ഈ സർജറിക്കൊക്കെ ലക്ഷങ്ങൾ ചെലവ്. ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ 2 പെൺകുട്ടികൾ ആണായി മാറിയിട്ടുണ്ട്. ഇനി നേരിടുന്ന അടുത്ത വെല്ലുവിളി ഇത്. പെൺകുട്ടികൾ നാളെ പറയണേ ഞാൻ ആണ്, എനിക്ക് ആണാവണമെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഇതൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭൂമിയല്ലാതായി മാറുക എന്ന് പറയുന്നത്. എല്ലാം ഉലറ്റ് പലറ്റ് എന്ന് പറയുന്നില്ല, എല്ലാം തകിടം മറിയും. ആണ് പറയണേ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് സെക്ഷൽ ഓർഗാനുകളൊക്കെ മാറ്റവരാണ്. പെണ്ണ് പറയണേ ഞാൻ ആണാണ്, എന്റെ മാരടങ്ങൾ മുറിച്ചു മാറ്റാം. എന്താ മുഅ്മിനീങ്ങളെ, ഭൂമിയുടെ സിസ്റ്റം തന്നെ മാറ്റിമറിക്കാൻ ശ്രമം നടക്കാൻ. അതാണ് ലോകാവസാനത്തിന്റെ അടയാളം. ഇങ്ങനെ ഭൂമി അല്ലാതായിട്ട് മാറി. പെൺവേഷം കെട്ടുന്ന ആണിനെ നമ്മൾ കണ്ടിരുന്നു, ആൺവേഷം കെട്ടുന്ന പെണ്ണിനെ കണ്ടിരുന്നു. സെക്ഷൽ ഓർഗാനുകൾ സർജറി നടത്തി മാറ്റുന്ന കാലം വരെ നമ്മൾ കാണാൻ തുടങ്ങി. ലോകാവസാനം അടുത്തു എന്നതിന് ഇതിനേക്കാളും വലിയ അടയാളം എന്താ വേണ്ടത്? എന്നിട്ട് നമ്മളിങ്ങനെ നടക്കന്നെ, ഉലാത്തി നടക്കന്നെ. തോബയില്ല, കുറ്റബോധമില്ല, ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചുള്ള ചിന്തയില്ല. നിങ്ങളെ തെറ്റൊക്കെ മനുഷ്യൻ ചെയ്യും, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. തെറ്റു ചെയ്താൽ തൗബ ചെയ്യാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിച്ചു. ഉടനെ തന്നെ ഒന്ന് തൗബ ചെയ്ത് ആ തെറ്റുകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു തെറ്റു വന്നാൽ തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് തെറ്റിനെ മായ്ച്ചു കളയണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ അവിടെ ഉദാസീനത കാണിക്കരുത്, അലസത കാണിക്കരുത്, മടി കാണിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ പഠിക്കണം, എല്ലാവരും പഠിക്കണം. പഠിക്കാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. ഒരു സമൂഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഇപ്പൊ കീഴൂർ, ഈ നിങ്ങൾക്ക് മറ്റുള്ള നാടുകളിൽ നിന്ന് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കുറെ വിദ്യാഭ്യസിച്ച വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടാകും. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, വലിയ അറിയപ്പെട്ട മേഖലയിലുള്ള പ്രൊഫഷണൽസ്, ഉദ്യോഗസ്ഥന്മാര്, IAS-കാര്, IPS-കാര്, ഹൈക്കോർട്ടിലും പിന്നെ സുപ്രീം കോർട്ടിലൊക്കെ ഉള്ള ജഡ്ജിമാര്, ഇങ്ങനെ വലിയ അറിയപ്പെട്ട തസ്തികയിലുള്ള ആളുകൾ ഒരു നാട്ടിലുണ്ടാകുമ്പോഴാണ് ആ നാടിന് നെഞ്ചും വിരിച്ച് നടക്കാൻ പറ്റുക. ഒന്നിനും കൊള്ളൂല. ഗൾഫിൽ കുറച്ച് ബക്കാലയും കുറച്ച് കഫ്റ്റീരിയ ഇട്ടിട്ട് ഇങ്ങനെ ജീവിച്ചു. ഈ കഫ്റ്റീരിയ ബക്കാലൊക്കെ 4 ഈടി വന്നാൽ തീരുന്നതേ ഉള്ളൂ. ഈ കഫ്റ്റീരിയം ബക്കാലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഗൾഫിൽ ഉണ്ടാക്കുന്ന പൈസയൊക്കെ 2 ഈടി വന്നാൽ തീരുന്ന പ്രശ്നമില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് വിദ്യ അഭ്യസിക്കണം എന്ന് പറയുന്നത്. ഒരു കള്ളനും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരു ഈടിക്കും കൊണ്ടുപോകാൻ പറ്റാത്ത സമ്പാദ്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ഒരുത്തിൽ പരാജയപ്പെട്ട അടുത്തത് പിടിച്ചടക്കാൻ കഴിയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ. സമ്പത്ത് അങ്ങനല്ല. ഹൈവേയുടെ വർക്ക് വന്നപ്പോ എത്ര ബിസിനസ്സുകളാണ് തകർന്നു പോയത്. ഒപ്പന മത്സരം ഉണ്ടാവും ഉറൂസിന്, ഒപ്പന മത്സരം ഉണ്ടാവും. നല്ല പ്രാക്ടീസ് എടുക്കുന്നുണ്ടല്ലോ അവിടെ മദ്രസയുടെ ഉള്ളിൽ. വോളണ്ടിയേഴ്സ്, മദ്രസന്റെ സ്ത്രീ വോളണ്ടിയേഴ്സ്. ഒപ്പന പ്രാക്ടീസ് ചെയ്യാന്നല്ലല്ലോ, അങ്ങനെ പണി ഉണ്ടാവില്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പൊ നന്നായിട്ട് നമ്മൾ അധ്വാനിക്കുക, ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കുക, നമ്മുടെ നാട്ടുകാരെ പഠിപ്പിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക.